ഇല്ല, അന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം പാർട്ടിയെ കൊണ്ട് ചേരുമ്പോഴല്ലേ ഒന്നിച്ചു പോകുന്നത്. നമുക്ക് ഏത് കാര്യവും എവിടെയും എപ്പോഴും പറയാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്യുന്നു. പാർട്ടിക്ക് ഒരുപാട് സംഭാവന ചെയ്ത ആളാണ്. ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമെങ്കിൽ അത് തുറന്ന മനസ്സോട് ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല, ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഇടപെട്ടത് പരിഹരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണം. പാർട്ടിക്ക് വ്യത്യസ്തനല്ല ജീസുകാരൻ. പാർട്ടിയോടൊപ്പം ചേർന്ന് പോകേണ്ട ആളാണ്. പാർട്ടി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കും. അപ്പൊ ആ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയേണ്ടത്, വാദിക്കേണ്ടത്. പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞൊരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയേണ്ടത്. പാർട്ടിക്ക് വേണ്ടി ചേർന്ന് പാർട്ടിയോടൊപ്പം നിന്ന് അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതാണ് അതിന്റെ ശരിയായ ഒരു ലക്ഷ്യം ഞങ്ങളുടെ എല്ലാം. അദ്ദേഹമായിട്ട് യാതൊരു അഭിപ്രായത്തിലും ഞങ്ങൾക്കാർക്കുമില്ല, ഉണ്ടാകത്തുമില്ല. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞതിനകത്ത് നിങ്ങൾ യോജിച്ചുകൊണ്ടാണ്. ഇതിൽ വസ്തുത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. എന്ത് കണക്ക്? നിങ്ങളുടെ കണക്കുണ്ടോ? നിങ്ങൾ എന്തല്ല ഈ നാട്ടിൽ എഴുതുന്നത്? നമ്മൾ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എഴുതാവും. അത് ഞങ്ങൾ ഈ പരിപാടിക്ക് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി. അവിടെ ഇരുന്ന് ഏതോ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് അത് അതുപോലെ എടുത്തു കൊടുത്തു. അതാണോ ചെലവാകുന്നത്? നമ്മളൊരു എസ്റ്റിമേറ്റ് അല്ലേ, ഇത്ര രൂപ ചെലവാകാൻ സാധ്യതയുണ്ട്. ചെലവായതിന്റെ കണക്കൊന്നും പുറത്തു വന്നുമില്ല, അതിന്റെ ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആ എസ്റ്റിമേറ്റ് ഇത്രയും കോടികൾ, ഇനി കോടി മോഹൻലാലിന് വേണ്ടി ഒരിക്കൽ മോഹൻലാൽ എന്ന വ്യക്തിക്കല്ലല്ലോ ഞങ്ങളത് ചെയ്തത്. മലയാളത്തെ വാനോളം ഉയർത്തിയ മഹാനായ നടനല്ലേ ചെയ്തത്. ആ മലയാള ഭാഷയ്ക്ക് വേണ്ടി ഇച്ചിരി പൈസ ചെലവായത് എന്തിനാ പ്രയാസപ്പെടുത്ത്? നല്ല കാര്യം ചെയ്ത് നല്ല കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യും. 5 ദിവസം കൊണ്ട് ഞങ്ങൾ ചെയ്ത വലിയൊരു പ്രോജക്റ്റ് അല്ലേ. അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായി കാണുക. കേരളം പോലെ സംസ്ഥാനത്ത് 1 കോടി രൂപ ചെലവാക്കി മോഹൻലാൽ അദ്ദേഹത്തിന് തന്നെ ക്ഷീണമാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന എത്ര കോടി അങ്ങനെ മേടിക്കുന്നു? നാണക്കേടായിപ്പോയി നമുക്കത് പറഞ്ഞപ്പോൾ തന്നെ. അത് എസ്റ്റിമേറ്റ് അതിനൊക്കെ അതിന്റെ പകുതി താഴെ ആകത്തുള്ളൂ. അത്രയൊന്നും ആയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഫൈനലൈസ് ചെയ്യുമ്പോൾ പ്രസിദ്ധീകരിക്കും, നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. അത് ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആകാൻ സാധ്യതയുള്ള തുക. ഇപ്പൊ പന്തല് ഇത്ര ലക്ഷം വരെ ആകാം. അത് ചർച്ച ചെയ്തിട്ടില്ലേ? അവസാനം ബില്ല് വന്നെല്ലാം ക്ലോസ് ചെയ്യുമ്പോഴല്ലേ. ഇപ്പൊ അത് കൊടുത്തിട്ടില്ലല്ലോ. അതെടുത്ത് വെച്ചിട്ട് ഇതാണ് ചെലവായത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ലേ. അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകടന നടനാണ്. ഇനി 2,84,00,000 രൂപ അദ്ദേഹത്തിന്റെ പരിപാടി ചെലവാക്കിയാൽ ഇത്ര ആക്ഷേപിക്കേണ്ട കാര്യമാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എത്ര കോടി കിട്ടുന്നത് അദ്ദേഹത്തിന്? നാണക്കേടാ, മലയാളിക്ക് നാണക്കേടാ, കേരളത്തിൽ നാണക്കേടാ, മാധ്യമങ്ങൾ നാണക്കേടാ ഇത് പറയുന്നവർക്ക്. അങ്ങനെ ചെറുതായിട്ട് മോഹൻലാലിനെ കാണുന്നത് വലിയ മനുഷ്യനല്ലേ. അവിടെ ആ വേദിയിൽ തന്നെ നിങ്ങൾ നോക്കുക, AK ആന്റണി സാറിന്റെ കാലത്തല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് അവാർഡ് കിട്ടിയത്. പാർക്കെ ഒരു ചായ മേടിച്ചു കൊടുത്തു. നിങ്ങൾ ഇതൊക്കെ എന്താ ചോദിക്കാത്തത്? ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുമ്പോൾ ഇതൊന്നും ചോദിക്കണ്ടേ? ഈ സാംസ്കാരിക മേഖല അങ്ങ് ഉന്നതമായ ഉയരങ്ങളിലേക്ക് ഉയർത്തിയ ആളുകളാണല്ലോ UDF. ഒരു ചായ ആ മനുഷ്യൻ മേടിച്ചു കൊടുത്തില്ലല്ലോ, ഫാൽക്കെ അവാർഡ് മേടിച്ചു. അപ്പൊ ഞങ്ങൾ സ്വീകരിച്ചത് മലയാളത്തിന് ഒരു വലിയ അവാർഡ് കൊണ്ടുവന്നിരിക്കുന്നു, ഒരു പുരസ്കാരം. അതിനെ ആദരിക്കുക. അത് പണമല്ല അവിടെ പ്രശ്നം. ഏറ്റവും മാന്യമായി നടത്തിയ ഒരു പരിപാടിയാണ് നിങ്ങൾ എടുത്തത്. എല്ലാ പരിപാടിയും നിങ്ങൾ എടുത്തതാണ്. അതനുസരിച്ച് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു. 2021 നിങ്ങൾ ഈ പണിയെല്ലാം ചെയ്തു. പറയാവുന്ന എല്ലാം പറഞ്ഞു. ഞങ്ങൾ 100 സീറ്റ് ജയിച്ചു. ഇപ്പൊ നിങ്ങൾ ഈ തുടങ്ങിയേക്കുന്ന ഞങ്ങൾക്ക് നല്ല സൗകര്യത്തിന് ഒരു 102 വരെ സീറ്റ് കിട്ടാൻ സാധ്യത എത്തിയിരിക്കുക. തന്ത്രി നമ്മുടെ ചെങ്ങനുണ്ട്, ഞാൻ ചോദിക്കാം അജാലിലെങ്ങനെ ഉണ്ട്. നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതണം. എഴുതുമ്പോൾ നമുക്ക് അനുകൂലമായി വരുന്നുണ്ട് സംഗതി. എല്ലാം മൊത്തത്തിൽ കറങ്ങി സംഗതി എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സേവ മാധ്യമങ്ങളുണ്ട്. എന്താറിയോ, നിങ്ങൾ ഉന്നുന്നത് ഞങ്ങളെയാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ മറ്റവരുടെ അന്ത്യത്തിന് വേണ്ടി ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളെ ലക്ഷ്യമിട്ടിറങ്ങി അവരുടെ അന്ത്യം നിങ്ങൾ തന്നെ ആ കൂതാശ നിർവഹിച്ചു കൊടുക്കും, ഒരു സംശയം വേണ്ട. ഇപ്പൊ അതാണല്ലോ മുഖ്യമന്ത്രിക്ക് എതിരെ പറഞ്ഞത്. എവിടെ ചെന്ന് അവസാനിച്ചു? എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഒരു വസ്തുതയില്ലാത്തതുകൂടി കുറച്ചുകൂടി സഹതാവും. ഒന്നും അവസാനിക്കാനില്ല. എന്ത് ഇടി ഒക്കെ വ്യക്തത വരുത്തിയല്ലേ. എത്ര ഇടി കണ്ടു ഞങ്ങൾ. നിങ്ങൾ 2021 ഈ മുഖ്യമന്ത്രി ഇതുപോലെ ടാർഗറ്റ് ചെയ്തിറങ്ങിയാണ് ഞങ്ങൾക്ക് 92 സീറ്റ് കിട്ടിയത്. നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും UDF-നോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇറങ്ങരുത്. ആ മനുഷ്യന്റെ സഹതാവും കൂടി 110 സീറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ അവസാനിപ്പിക്കുന്നത്.